CPIM സർക്കാരിനെയും പാർട്ടിയെയും വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന ഒരു കോടതി ഉത്തരവാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാറിന് നേർക്ക് കല്ലെറിഞ്ഞതിന് ലീഗ് പ്രവർത്തകനെ പിന്തുടർന്നു പിടിച്ച് വിചാരണ നടത്തിക്കൊന്നുവെന്ന കേസ് കേരളത്തെ ഞെട്ടിച്ചതാണ്. അതിൽ CPIM നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നത് ഇനിയും തെളിയിക്കേണ്ടതാണ്. പക്ഷേ അതിലൊരു കേസുണ്ടെന്ന് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഗൂഢാലോചന നടക്കുമ്പോൾ കൊലയിൽ നേരിട്ട് പങ്കുള്ള പ്രതികൾക്കൊപ്പം CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന P. ജയരാജനും MLA ആയിരുന്ന TV രാജേഷും ഉണ്ടായിരുന്നുവെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഇരുവരുടെയും വിടുതൽ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി തള്ളിയത്. സംസ്ഥാനത്ത് രാഷ്ട്രീയ ഇസ്ലാം സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള P. ജയരാജന്റെ പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കെയാണ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അരിയിൽ തിരിച്ചടിയോ എന്നതാണ് ചോദ്യം. ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, ഇടത് നിരീക്ഷകൻ M. ജയചന്ദ്രൻ, കേസിലെ അഭിഭാഷകനും ലീഗ് നേതാവുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അരിൽ ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായിലേക്കാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾ ഈ കേസിൽ ഷുക്കൂറിന്റെ അമ്മയുടെ അഭിഭാഷകനായിരുന്നു. കേസിൽ വന്നിരിക്കുന്ന ഉത്തരവ്, അതിൽ കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ഉത്തരവായി ഈ ഘട്ടത്തിൽ അതിനെ വിവക്ഷിക്കാമോ? CBIയുടെ കണ്ടെത്തലുകളിൽ പരിശോധന വേണം എന്ന നിലയ്ക്കല്ലേ ഇന്നത്തെ കോടതി ഉത്തരവിനെ കാണുക? വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നു എന്നതാണല്ലോ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അത് ഈ വിടുതൽ ഹർജി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പെറ്റീഷനാണ്. ഈ സെക്ഷൻ 227 CRPC പ്രകാരം കൊടുക്കുന്ന പെറ്റീഷനാണ്. അതായത് ഒരു ഫൈനൽ റിപ്പോർട്ട്, ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജിൽ കൊടുത്തിരിക്കുന്ന തെളിവുകൾ, അല്ല ഒരു ഓറൽ എവിഡൻസസ് ഉണ്ടാകാം, അതായത് വ്യക്തികളുടെ മൊഴികൾ, അതുപോലെ തന്നെ അതിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന രേഖകൾ, അതിൻ്റെ എന്താ പറഞ്ഞ ഇലക്ട്രോണിക് എവിഡൻസസ്, റെക്കോർഡ്സ്, ഇതൊക്കെ ഏതെങ്കിലും ഒരു പ്രതിക്കെതിരെയുള്ള ചാർജ് നിലനിൽക്കുന്നതിന് സഫീഷ്യൻ്റ് ആണോ അല്ലയോ എന്ന വെരിഫിക്കേഷനാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ പ്രതികൾ വന്ന് പറയുന്നു, ഞങ്ങൾക്കെതിരെ ഉള്ള ചാർജ് നിലനിൽക്കാൻ പറ്റുന്ന ഉതകുന്ന തെളിവുകൾ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്ന വാദമാണ് നടത്തുന്നത്. ആ വാദം നടത്തിയപ്പോൾ കോടതി തെളിവുകൾ പരിശോധിച്ചു, മൊഴികൾ പരിശോധിച്ചു, അതിൻ്റെ സീക്വൻസ് നോക്കി, സർക്കംസ്റ്റാൻസസ് നോക്കിയിട്ട് ഈ രണ്ട് പ്രതികൾക്ക് എതിരെ കുറ്റം ചുമത്തി ട്രയൽ നടത്താനുള്ള തെളിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ സഫീഷ്യൻ്റ് ആണ്. ഇവർക്കെതിരെ 302-ലും, അതായത് മർഡറിലും 120B കോൺസ്പിറസിയിലും അവർക്കെതിരെ ട്രയൽ നടത്താൻ സഫീഷ്യൻ്റ് ആണ് എന്ന് കോടതി ഡിക്ലെയർ ചെയ്തിരിക്കാം. ഇനിയിപ്പോൾ ട്രയൽ യൂഷ്വൽ ഏത് കേസിൽ വരുന്ന പോലെ ട്രയൽ നടത്തി സാക്ഷികളെല്ലാം വിസ്തരിച്ച് മൊഴികളെല്ലാം വീണ്ടും റീട്രേറ്റ് ചെയ്യിപ്പിച്ച് വിവാദം നടത്തി വിധി വരും. ഇതാണ് മുന്നോട്ട് പോകാൻ. അത് എത്രയും പെട്ടെന്ന് വരിക എന്ന പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ, ഇവരിപ്പോൾ പറഞ്ഞ് പരത്തുന്നത് ഒരു യാതൊരുവിധ റോളും ഇതിനകത്ത് ജയരാജൻ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നതൊന്നും ഒരു തരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഇതിൻ്റെ സീക്വൻസ് നിങ്ങളൊന്ന് നോക്കിയേ. ഈ പർട്ടിക്കുലർ ഡേയിൽ, അതായത് അരിൽ ഷുക്കൂർ കൊല്ലപ്പെട്ട ദിനം, അന്ന് രാവിലെ 11 മണിക്കും 11:30ക്കും ഇടയ്ക്ക് മറ്റോ ആ സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ P. ജയരാജൻ, അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്, പിന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് P. ജയരാജൻ, അന്ന് MLA ആയിരുന്നു TV രാജേഷ്. അവരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ, യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു എന്ന ഒരു പരാതി അവർ റേസ് ചെയ്തു. അതിലവർ കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ആ കംപ്ലൈൻറ്റിൻ്റെ ഒരു ക്രൈം എടുത്തു, അതിന് ട്രയൽ നടത്തി. അപ്പോൾ അത് കൊടുത്തതിന്, ആ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം 11:45 കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം 12:15 പിന്നെ തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പിന്നെ ഇദ്ദേഹം ഈ P. ജയരാജനും അതുപോലെ തന്നെ TV രാജേഷും അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ തളിപ്പറമ്പിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ പിന്നെ എന്താ പറയുക, തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ 4 CPM നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു. ആ 4 പേരും പ്രതികളാണ്. 28, 29, 30, 31 അവരുടെ സ്റ്റാറ്റസ്. ഈ പറഞ്ഞ P. ജയരാജൻ 32, TV രാജേഷ് 33 സ്റ്റാറ്റസിൽ പ്രതികളാണ്. അപ്പോൾ ഈ 6 പേരാണ് കോൺസ്പിറേറ്റേഴ്സ്. 1 മുതൽ 27 വരെയുള്ള പ്രതികൾ നേരിട്ട് അവിടെ സീനിലും ഉണ്ടായിരുന്ന ആളുകളാണ്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 28, 29 പ്രതികൾ രണ്ടിടത്തുമുണ്ട്. രണ്ടിടത്ത് പറഞ്ഞാൽ തളിപ്പറമ്പ് ഹോസ്പിറ്റലിലും ഉണ്ട്, ക്രൈം സീനിലും ഉണ്ട്, കൊലപാതകം നടത്തുന്ന സ്ഥലത്തും ഉണ്ട്. ഈ 2 സ്ഥലത്തും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തരം ഒരു കേസിൽ
ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നതിന് കാരണമായി മാറിയത് പി ജയരാജനെയും ടി വി രാജേഷിനും ആക്രമിച്ചതാണ്. അതായത് മോട്ടീവ് അതാണ്. അങ്ങനെ ഒരു മോട്ടീവിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്രൈമാണ്. എന്നിട്ട് 12:15 മുതൽ 1:30 വരെ 28-29 പ്രതികൾ, അവർ രണ്ടുപേരും, ഒരു പി സുരേഷിന്, രണ്ടാമത്തെ ആളൊരു ബാബു, ഈ രണ്ടുപേരും 1:30 വരെ ഈ ഹോസ്പിറ്റലിലുണ്ട്. ആ ഹോസ്പിറ്റലുണ്ട് എന്ന് പറയുന്നതിന് അവിടെ സാക്ഷികളുണ്ട്, 4 സാക്ഷികളുടെ മൊഴിയുണ്ട് അവരവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നത്. പിന്നെ 2 പേര്, യു വി വേണുവും മറ്റൊരു ബാബുവും, അതായത് 29, 30, 31 പ്രതികൾ, അവരും അവിടെയുണ്ട്. ഇവർ 4 പേരും പി ജയരാജനും ടി വി രാജേഷും 315 നമ്പർ റൂമിലിരിക്കുന്നു. അവിടെ നിന്ന് വേണു പുറത്തേക്ക് ഇറങ്ങി വരുന്നിട്ട് ശേഷം ഈ 28-29 പ്രതികളായ 2 പേരോട് ഇവരെ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നു. അത് കാണുന്ന 2 സാക്ഷികൾ പുറത്തു നിൽപ്പുണ്ട്, പുറത്തു നിൽക്കുന്ന 2 സാക്ഷികളുണ്ട്. ഇനി ഇവരെ ഈ പറഞ്ഞ 2 ആളുകൾ 1:30 28-29 പ്രതികൾ 1:30 മണി വരെ പി ജയരാജനോടും രാജേഷിനോടും ഒപ്പം 315 റൂമിലുണ്ടായിരുന്ന 2 ആളുകൾ 1:30 ശേഷം യാത്ര ചെയ്ത് അവിടുന്ന് ഷുക്കൂറിനെ പിടിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അതായത് CW6 വീട്ടിലേക്ക് പോകുന്നു. അവരങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു. അവിടെ വെച്ച് അവരെ 8 പേര് ഐഡന്റിഫൈ ചെയ്യുന്നു. അതായത് കൊന്ന സ്ഥലത്ത് വെച്ച് 8 സാക്ഷികൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി 8 സാക്ഷികൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇവരവിടെ ഉണ്ട്, ആ സീനിലുണ്ടെന്ന് തെളിവായി. ഇപ്പുറത്തെ അതായത് ക്രൈം സീനിൽ കണ്ടെന്ന് 8 പേര് ഐഡന്റിഫൈ ചെയ്യുന്നു. ഹോസ്പിറ്റലുണ്ടെന്ന് 4 പേര് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി ഇവർ പോയി കഴിഞ്ഞ് 1:30 ശേഷം 2:30 ഇടയ്ക്കായിട്ട് ഈ പറഞ്ഞ ആളുകൾ, അതായത് ഈ 2 പേര് യു വി 30-31 പ്രതികൾ 28-29 പ്രതികളെ ഫോണിൽ വിളിക്കുന്നു. 8 തവണ അങ്ങോട്ട് വിളിക്കുന്നു, 2 തവണ അവർ തിരിച്ചു വിളിക്കുന്നു. അപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങോട്ട് പോകുന്ന വഴിയിൽ. അപ്പോൾ ഇനി ഇതിനൊക്കെ ഓറൽ എവിഡൻസ് ഇപ്പം പറഞ്ഞല്ലോ, സാക്ഷികളുണ്ടെന്ന് പറഞ്ഞല്ലോ, സാക്ഷികൾ മാറി നിൽക്കട്ടെ, ഇതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ട്, ഇവർ തമ്മിൽ വിളിച്ചതിൻ്റെ CDR ഉണ്ട്, ഇവർ യാത്ര ചെയ്തതിൻ്റെ ടവർ ലൊക്കേഷൻസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടെന്ന് ടവർ ലൊക്കേഷൻ ഉണ്ട്, പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ടവർ, അവിടെ ഇത് കൂടാതെ ഈ 2 പേര് കൂടാതെ അവിടെ പ്രധാനപ്പെട്ട കൾപ്രിറ്റ്സ് ആയിട്ടുള്ള 2 പേരെ വീണ്ടും ഈ 31-ാം പ്രതി വിളിച്ചിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന 30-ാം തീയതി പ്രതി വിളിച്ചിട്ടുണ്ട്, ഫോട്ടോ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ കോൺസ്പിറസി നടന്നിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ തിയറി. ആ ഹോസ്പിറ്റലിൽ പി ജയരാജനും അതുപോലെ തന്നെ ടി വി രാജേഷും ഇരിക്കുന്ന മുറിയിൽ കോൺസ്പിറസി നടന്നിട്ടില്ല എന്നൊരു തിയറിയാ പറയുന്നതെങ്കിൽ ആര് വിശ്വസിക്കാനായിട്ട്? ഇതൊക്കെ മോട്ടീവ് തന്നെ ഇവരാണ്. മനസ്സിലായില്ലേ? ഇനി ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും അവർ പിന്നെ ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്കോ മറ്റു കോടതിയിലേക്കോ ഒക്കെ പോകുമെന്ന് പറയും. ഞങ്ങളെ സംബന്ധിച്ച്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അരിയിൽ ഷുക്കൂർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു വേദനയാണ്. ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ല. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം സാഹിബും ഡേ ടു ഡേ മോണിറ്റർ ചെയ്യുന്ന സാധനം. അതുപോലെ കണ്ണൂരിൽ നിന്നുള്ള കരീം ചേലേരി പോലുള്ള നേതാക്കൾ, സൗദായി പോലുള്ള നേതാക്കൾ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഓരോ ദിവസവും കേസിന് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഇനിയും മുന്നോട്ട് അത് തന്നെ ഉണ്ടാകും. ലീഗലി ഫൈറ്റ് ചെയ്ത് കൺവിക്ഷൻ വരെ കുറ്റക്കാരെ, ഈ പറഞ്ഞ ഇവരുൾപ്പെടെയുള്ള കുറ്റക്കാരെ ശിക്ഷിക്കുന്നവരുള്ള ലീഗൽ ഫൈറ്റുമായി ഞങ്ങൾ മുന്നോട്ട്. ശരി, ലീഗൽ ഫൈറ്റ് തുടരുമെന്നാണ് പി ജയരാജനും പറയുന്നത്. ശ്രീ M ജയചന്ദ്രൻ, കണ്ണൂരിലെ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ ഏത് ഘട്ടത്തിലും പി ജയരാജന്റെ പേര് അതിൻ്റെ കൂടെയുണ്ട്. അത് കൊണ്ടും കൊടുത്തുമുള്ള സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ആ സംഘർഷങ്ങളിൽ അങ്ങോട്ട് കൊടുക്കുന്നതിലും ഭാഗമായിട്ടുള്ള ഒരു പേരാണ് പി ജയരാജൻ്റേത്. അപ്പോൾ അരി ഷുക്കൂർ വധക്കേസിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന CBIയുടെ കണ്ടെത്തൽ, അതിനെതിരെ നൽകിയ വിടുതൽ ഹർജിയാണിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. അത് പി ജയരാജനും ടി വി രാജേഷിനും ഏറ്റ തിരിച്ചടി മാത്രമായിട്ടാണോ താങ്കൾ കാണുന്നത്, അതോ ഈ പാർട്ടിക്കും ഈ സർക്കാരിനും ഏറ്റ തിരിച്ചടിയായിട്ടാണോ? ഇതിൻ്റെ അകത്ത് തിരിച്ചടിയുടെ യാതൊരു എലമെന്റ് പോലും ഇല്ല സ്മൃതി. വാസ്തവത്തിൽ അതാണ് അതിൻ്റെ അകത്ത് വസ്തുനിഷ്ഠമായി ഈ വിഷയം പരിശോധിക്കുന്ന ആർക്കും പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്ന ഒരു ഒറ്റ ഭാഗമേ ഉള്ളൂ. ഇത് എന്താണ് കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞത് 120B എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയെ സംബന്ധിച്ച് വിചാരണ നടക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കട്ടെ. ഈ ഒരൊറ്റ എലമെന്റ് ആണോ അവിടെ വന്നത്? 118 ഇല്ലല്ലോ ഇപ്പോ, അത് മാറ്റിയല്ലോ. ഇപ്പോ 120Bയിലാണ് നിൽക്കുന്നത് കേസ്. അല്ല, അത് വരട്ടെ, അത് പറയാം പറ്റുമോ? താങ്കളുടെ ചോദ്യത്തിലാണല്ലോ ഞാൻ മറുപടി പറയുന്നത്. ഹർജി ആരുടെ ആയിരുന്നു? ഹർജി ഷുക്കൂറിന്റെ ഉമ്മയുടേതായിരുന്നു. അത് ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിലാണ് ചെന്നത്. അദ്ദേഹം സുദീർഘമായ ഒരു വിധി എഴുതി. പിന്നീടാണ് അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ചാർജ് ഷീറ്റ് ഡിറ്റോ ആക്കി ഇങ്ങോട്ട് എടുക്കുകയാണല്ലോ CBI ചെയ്തത്. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് നിൽക്കട്ടെ, താങ്കളുടെ ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതാണ് കാര്യം. 120B അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.
അത് സംബന്ധിച്ച് വിചാരണ നടക്കട്ടെ, വിചാരണയിൽ തീരുമാനമാകാമല്ലോ, ഇതാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് അവര് പി ജയരാജൻ അപ്പീൽ പോകുന്നുണ്ട്. ഇതാണ് ലളിതമായ കാര്യം. ഇതിനകത്ത് പി ജയരാജനോ CPIM-നോ എതിരായിട്ടുള്ളതോ അനുകൂലമായിട്ടുള്ള ഒരു എലമെന്റായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് ചർച്ച നടത്താം എന്നുള്ളതിൽ കവിഞ്ഞ് അതിനകത്ത് CPIM എതിരായിട്ട് യാതൊരു സംഗതിയുമില്ല. CBIയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതുകൊണ്ടല്ലോ ശ്രീ എം ജയചന്ദ്രൻ. ഈ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിയാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് അല്ലേ? അതിനുശേഷമാണല്ലോ ഷുക്കൂറിന്റെ അമ്മ കോടതിയിൽ പോവുകയും CBI ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ CBIയുടെ കണ്ടെത്തലും CBI മുന്നോട്ട് വെച്ച വാദങ്ങളും അത് ഇപ്പോൾ ശരിവെക്കുന്നു കോടതി എന്നൊരു തോന്നൽ താങ്കൾക്കില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ആ കേസ് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്കും അത്രയൊരു തോന്നൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ കേസിന്റെ പോക്ക്. അങ്ങനെയാണ് ഇത്. പിന്നെ ഈ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രൈംബ്രാഞ്ചിന്റെ കേസിൽ പിന്നെ അവർക്ക് വിശ്വാസമില്ല. ശരിയാണ്, അവർക്കത് പോകാനുള്ള അധികാരമില്ലേ? ഷുക്കൂറിന്റെ അമ്മയല്ലേ, ആ ഉമ്മ പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റിസ് കെമാൽ പാഷയുടെ ബെഞ്ചിലാണ് ചെന്നത്. അദ്ദേഹത്തിന്റെ വിധി സുദീർഘമായ വിധിയാണ്, വായിക്കേണ്ടതാണത്. പിന്നെ അതിൽ എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പിന്നീട് ജയരാജനെ അവിടെ കണ്ടു. ഏതാ ഈ സംഭവം നടക്കുന്ന ദിവസം ഹോസ്പിറ്റലിൽ പോയി ജയരാജനെ കണ്ടു എന്ന് പറഞ്ഞ 2 ലീഗ് പ്രവർത്തകരുണ്ടല്ലോ, സാബിറും പിന്നെ മുഹമ്മദും. അവർ 2 പേരുണ്ടല്ലോ. അവസാനം അവരെങ്ങനെയായി? ഞങ്ങളിത് അറിഞ്ഞിട്ടേ ഇല്ല, ഒരു വക്കീൽ നിന്ന് ഒപ്പിടിക്കുകയായിരുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞ് അവർ തന്നെ ഒഴിഞ്ഞു പോയില്ലേ? അതുവരെ ഉണ്ടായി. ക്രൈംബ്രാഞ്ചിന്റെ ചാർജ് ഷീറ്റിന്റെ അകത്ത് നിന്ന് എന്ത് വ്യത്യസ്തതയാണ് CBIയുടെ കണ്ടെത്തലിലുള്ളത് എന്ന് അരിൽ ഷുക്കൂർ എന്നൊരു യുവാവ് കൊല്ലപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. CPM നേതാക്കളുടെ കാർ ആക്രമിക്കപ്പെട്ടു, അത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചതാണ്, കല്ലെറിഞ്ഞതാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിനുശേഷം അരിൽ ഷുക്കൂറിനെ ഓടിപ്പിടിച്ചിട്ട് വിചാരണ നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണല്ലോ അല്ലേ? അപ്പോൾ ഇതൊരു രാഷ്ട്രീയ കൊലപാതകം എന്നതിനപ്പുറം ഗുണ്ടാ പ്രവർത്തനമാണ്. അതിൽ ആ ഗുണ്ടാ പ്രവർത്തനത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ ഈ നേതാക്കളും ഈ കൃത്യത്തിൽ പങ്കാളികളായവരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അല്ല, എവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രയൊക്കെ കഥകളാണ് പ്രചരിച്ചത്. കോടതിക്ക് മുന്നിൽ എത്തുന്ന കാര്യങ്ങളെ കഥകളെന്നാണോ താങ്കൾ പറയുന്നത്? തീരുമാനമാണ് കോൾ ഡാറ്റ ലൊക്കേഷനും ഒക്കെ കഥകളാണോ? ഈ ചാർജ് ഷീറ്റ് ഇല്ലാത്ത കഥകളെന്ന് പറയുന്നത്. അല്ല, കഥകളെന്ന് പറയേണ്ടി വരുന്നത് ചാർജ് ഷീറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കഥകളെന്ന് പറയണ്ടേ? അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇത് മൊബൈൽ ഫോണിന്റെ കാര്യം ഇപ്പോഴും അദ്ദേഹം പറഞ്ഞല്ലോ, പിന്നെ ഫോട്ടോകൾ പ്രചരിച്ചത്. എന്താണ് ക്രൈംബ്രാഞ്ചിന്റെയും CBIയുടെയും ചാർജ് ഷീറ്റിൽ ഇതൊന്നും ഇല്ലാത്തത്? ആരെങ്കിലും പ്രത്യേകം ഇടപെട്ട് CBIയോടും ക്രൈംബ്രാഞ്ചിനോടും പറഞ്ഞു നിങ്ങൾ അങ്ങനെ എഴുതി വെക്കരുതെന്ന്? പാർട്ടി കോടതിയുടെ വിധിയാണ് അവിടെ നടപ്പിലാക്കിയതെന്ന് എത്ര മറുപടി പറയാം. ജയചന്ദ്രൻ തെറ്റിദ്ധരിപ്പിക്കരുത്. ജയചന്ദ്രൻ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. CBIയുടെ ഫൈനൽ റിപ്പോർട്ടിൽ ഡോക്യുമെന്റ് നമ്പർ 15, CBIയുടെ ഫൈനൽ റിപ്പോർട്ടിൽ ഡോക്യുമെന്റ് നമ്പർ 15, അതിന് CDR ആണ്. CDR വ്യക്തമായി പറയുന്നുണ്ട്. അതിനുശേഷം അനാലിസിസ് റിപ്പോർട്ടുണ്ട്. CW52 മനോജ് കുമാറിനെ കൊണ്ട് അത് മാർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ എന്തില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇലക്ട്രോണിക് റെക്കോർഡ്സ് എല്ലാം അവിടെയുണ്ട്. CDR ഉണ്ട്, ടവർ ലൊക്കേഷൻസ് ഉണ്ട്, അവർ യാത്ര ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് മുഴുവൻ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊഴി മാറ്റി നിങ്ങൾ ആരോടായി പറയുന്നത്? CBIയുടെ റിപ്പോർട്ടും പിന്നെ പോലീസിന്റെ റിപ്പോർട്ടും ഒക്കെ എടുത്തു വെച്ച് കോടതിയിൽ പറഞ്ഞവരാ ഞങ്ങള്. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം നല്ല ശക്തമായി നിലനിന്നിരുന്ന കാലത്ത് കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അരിയുൾ ഷുക്കൂറിന് പിന്നാലെ TP വധവും ഉണ്ടായതും നമ്മൾ മറക്കരുത്. റിജിൽ മാക്കുറ്റി ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധി, റിജിൽ മാക്കുറ്റി, ഇതൊരു അന്തിമ വിധിയല്ല. നിയമ പോരാട്ടം ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നു താങ്കൾ പറയുമ്പോൾ എന്റെ സമയത്ത് താങ്കൾ ഒരു സെക്കൻഡ് പറഞ്ഞു. ശരി, താങ്കൾ ബാക്കി പറഞ്ഞോളൂ. ശരി, പൂർത്തിയാക്കിയില്ലല്ലോ. പൂർത്തിയാക്കൂ. അപ്പൊ അല്ല, ഞാൻ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദാഹരണം താങ്കൾ പറഞ്ഞതുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്കൾ പറയൂന്ന് ഞാനും പറഞ്ഞത്. താങ്കൾ ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും ഞാൻ ആരോപിച്ചോ? CDR ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? അത് എന്തിനാണ് വെറുതെ അനാവശ്യമായി എന്റെ പള്ളിക്ക് അത് വെച്ച് കെട്ടാൻ നോക്കുന്നത്? ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. ഒരുപാട് കഥകൾ പ്രചരിച്ചത് അതൊന്നും ക്രൈംബ്രാഞ്ചിന്റെ CBIയുടെ ചാർജ് ഷീറ്റിൽ കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല, CDR ഇല്ലാന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? അത് ഉള്ളതല്ലേ. അത് താങ്കൾ ഉള്ളതാണല്ലോ ഇതൊക്കെ. അതൊന്നും ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, മാർക്ക് ചെയ്ത് എക്സിബിറ്റ് ഇല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ സാർ? താങ്കൾ എന്താണ് പറയുന്നത്?
ഞാൻ പറഞ്ഞ ഒരു കാര്യം താങ്കൾ ആരോപിക്കുന്ന മറ്റൊരു കാര്യം. അങ്ങനെയല്ലല്ലോ നമ്മൾ സ്മൃതി ചോദിച്ചത്. താങ്കൾ ദയവായി അവിടെ നിൽക്കൂ. അല്ല, താങ്കൾ ദയവായി ക്ഷമയോടെ ഒരു അല്പം മിനിറ്റുകൾ ഇരുന്നാൽ പോരെ. ഇത് നമ്മൾ 3 പേരും ഗസ്റ്റുകളായോട് വിളിക്കപ്പെട്ടവരാണല്ലോ, ഈ ചർച്ചയിൽ ഇരിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ എന്റെ സമയത്ത് പറയട്ടെ. സമയത്ത് താങ്കൾ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. താങ്കൾ കുറ്റപത്രത്തിലില്ല എന്ന് പറഞ്ഞതാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇനി താങ്കൾക്ക് പറയാം. കുറ്റപത്രത്തിൽ ഇല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ല. അല്ലാതെ CDR ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത് എക്സിബിറ്റ് ആയിട്ട് കൊടുത്തിട്ട സാധനങ്ങൾ എങ്ങനെ ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ ജയരാജൻ അവിടെ അദ്ദേഹം 315 മുറിയിൽ ഇരുന്നുകൊണ്ട് ചെയ്തത് പാർട്ടി കോടതിയുടെ വിധിയാണ് നടപ്പിലാക്കിയത് എന്ന മറ്റുള്ള ആഖ്യാനങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ശരി, അപ്പോൾ താങ്കൾ പറഞ്ഞു ഒന്നുകൂടി വ്യക്തത വരുത്തൂ. പാർട്ടി തീരുമാനിച്ചതല്ല, പി ജയരാജൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചു, അല്ലെങ്കിൽ പി ജയരാജനോടും ആ തരത്തിലുള്ള പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന TV രാജേഷും കൂടി ചേർന്ന് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ പാർട്ടിക്ക് പങ്കില്ല. അങ്ങനെ താങ്കൾ മനസ്സിലാക്കുന്നത് താങ്കളുടെ മാത്രമായ കാര്യമാണ്. അല്ല, താങ്കൾ പറഞ്ഞു പാർട്ടി കോടതിയുടെ തീരുമാനമല്ല, പാർട്ടിയുടെ തീരുമാനമല്ല എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായി തീരുമാനിച്ചതായിരിക്കുമല്ലോ. നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണല്ലോ അപ്പോൾ പുറത്തു വരുന്ന വിവരം. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞ പാർട്ടി കോടതിയുടെ എന്ന മട്ടിൽ മാധ്യമ വ്യാഖ്യാനങ്ങൾ നടത്തിയ ഒരുപാട് സന്ദർഭങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ചാർജ് ഷീറ്റിൽ, ക്രൈംബ്രാഞ്ചിന്റെ CBIയുടെ ചാർജ് ഷീറ്റിൽ ഈ പറഞ്ഞ പാർട്ടി കോടതിയുടെ പരാമർശമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ശരി, പാർട്ടി കോടതി എന്നൊന്നും ശരി. ഇതിൽ ഇപ്പോൾ CPMന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനും MLA ആയിരുന്ന TV രാജേഷിനും പങ്കുണ്ട് എന്നുള്ളതാണല്ലോ ഇതിലെ കേസ്. കൊന്നവർ മാത്രമല്ല, കൊല്ലിച്ചവർ കൂടി ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണല്ലോ ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത്, അതാണല്ലോ കോൺഗ്രസും ആവശ്യപ്പെടുന്നത്, അതാണല്ലോ കേസ് നമ്മൾ ചർച്ച ചെയ്യുന്നതും അതാണല്ലോ. ശ്രീ ജയേന്ദ്രൻ, ശ്രീ റിജിൽ മാക്കുറ്റി, ഇത് ഒരു തിരിച്ചടിയല്ല, ഇനിയും നിയമ പോരാട്ടത്തിന് സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതാണ്. ഇപ്പോൾ നിയമ പോരാട്ടം തുടരുമെന്ന് ലീഗും പറയുന്നു. ഇതിന്റെ അന്തിമ വിധി അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേസമയം ഒരു വിടുതൽ എന്നുള്ള ആവശ്യം തള്ളുന്നു എന്നുള്ള തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇതൊരു അന്തിമമായ തീരുമാനമല്ല. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? റിജിൽ. ശ്രീമതി സ്മൃതി, യഥാർത്ഥത്തിൽ ജയരാജൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമ പോരാട്ടം തുടരും എന്നുള്ളതാണ്. ആ നിയമ പോരാട്ടം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് നടന്നു പോകാനുള്ള നിയമ പോരാട്ടമാണ്. കാരണം ജയരാജൻ ഒരുപാട് കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് ആളുകളെ കൊല്ലിക്കുകയും അവരുടെയെല്ലാം മരണ വാറണ്ടിൽ ഒപ്പിട്ട ഒരാളാണ് ജയരാജൻ. പക്ഷേ ഈ കേസിലാണ് ജയരാജൻ യഥാർത്ഥത്തിൽ കുടുങ്ങിയത്. ആ കുടുക്കമാണ് ജയരാജനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായും ഏറ്റവും വലിയ തിരിച്ചടി ഈ ജയരാജന് ഇന്നത്തെ CBIയുടെ ഈ ഒരു വിടുതൽ ഹർജി തള്ളിയതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. നാളുകളിൽ ഇതിന് വളരെ വ്യക്തമായ തെളിവുകൾ ഈ കേസിൻ്റെ നാൾ വഴികളിൽ 2012 ഫെബ്രുവരി 12 നടന്ന കൊലപാതകത്തിന് ശേഷം ഇങ്ങോട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ നിയമവിദഗ്ധരും ആ ഷുക്കൂറിൻ്റെ കുടുംബവും നടത്തിയിട്ടുള്ള അതിശക്തമായ നിയമ പോരാട്ടം, ആ നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ജയരാജനും രാജേഷിനും തക്കതായ ശിക്ഷ കിട്ടത്തക്ക രൂപത്തിലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കേസുമായി മുമ്പോട്ട് പോകുന്നത്. വളരെ കൃത്യമായി നമുക്കറിയാൻ സാധിക്കും, ഇന്ത്യയിൽ തന്നെ ഒരു സമാനതകളില്ലാത്തൊരു കൊലപാതകമാണ് ഈ കൊലപാതകം. ഒരു ചെറുപ്പക്കാരൻ, 17 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ജയരാജൻ്റെ വണ്ടിക്ക് കല്ലെറിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലാണ്. ആ കുട്ടി പറയുന്നു ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും 100-300 ആളുകൾ നോക്കി നിൽക്കെ ഒരു വയലേലയിട്ട് നട്ടുച്ച നേരത്ത് കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കി നിൽക്കുകയാണ് ഈ ആൾക്കൂട്ട വിചാരണ നടത്തുന്നത്. എത്രയോ സമയം കുട്ടിയെ ബന്ദിയാക്കി വിചാരണ ചെയ്തു, അടിച്ചു. അങ്ങനെയാണ് അവസാനം ഈ കുട്ടിയുടെ ഫോട്ടോ അന്ന് MMS ആയി ആർക്ക് ജയരാജൻ അയച്ചു കൊടുത്ത് ജയരാജൻ ആ ഫോട്ടോ നോക്കിയതിനു ശേഷം ഷുക്കൂറിന്റെ മരണ വാറണ്ടിൽ ഒപ്പിട്ടതിന് ശേഷമാണ് ഈ കാലൻ എന്ന് പറയുന്ന കണ്ണൂരിലെ കാലനാണ് യമരാജൻ എന്ന് വിളിക്കുന്ന ഈ ജയരാജൻ ഒപ്പിട്ടതിന് ശേഷമാണ് ആടിനെ ഇറക്കുന്നത് പോലെയാണ് ആ വയലിലിട്ട് നട്ടുച്ച നേരത്ത് ഈ കുട്ടിയെ കൊന്നത്. എന്നിട്ട് ആ കൊലപാതകത്തെ ഇത്ര നിസാരവൽക്കരിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകനായ ആളുകൾ. ഒരു ചെറുപ്പക്കാരൻ ഇത്ര ദാരുണമായി കൊലപാതകം നടത്തിയിട്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു മനുഷ്യജീവൻ എടുക്കാൻ എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്, എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്? ഇങ്ങനെ എത്ര ആളുകളെ കൊന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട്
ആ കേസിനകത്ത് നിന്ന് പലതരത്തിലും അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജയരാജൻ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത്? ഉഗ്രപ്രതാപിയായ ജയരാജൻ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഇവ പറയുന്നു പാർട്ടി കോടതിയില്ല. അന്നത്തെ പാർട്ടി കോടതിയുടെ മജിസ്ട്രേറ്റ് ജയരാജനാണ്, കാരണം ജില്ലാ സെക്രട്ടറിയാണ്. ആ ജില്ലാ സെക്രട്ടറി അറിയാതെ ഒരു ഇലയെ പോലും കണ്ണൂർ ജില്ലയിൽ അനങ്ങില്ലാതെ സ്മൃതിക്ക് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അയാൾ ആഹ്വാനം നടത്തി, അയാളെ പിടിക്കപ്പെട്ടു, അയാൾ പ്രതിയാക്കപ്പെട്ടതിന് ശേഷം അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അന്വേഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കാൻ പോയപ്പോൾ എന്തായിരുന്നു കണ്ണൂർ ജില്ലയിലെ അക്രമം? എത്രയോ ലീഗിന്റെയും കോൺഗ്രസിന്റെ ഓഫീസുകൾ, വീടുകൾ ആക്രമിക്കപ്പെട്ടില്ലേ? എത്ര കലാപത്തിന് തുല്യമായ സംഘർഷങ്ങളിലേക്ക് കണ്ണൂരിനെ കൊണ്ടുപോയില്ലേ? ആരാണ് ഈ ജയരാജൻ? ഇയാളൊരു CPM ജില്ലാ സെക്രട്ടറിയാണ്. ഇയാൾ ആഹ്വാനം ചെയ്തു ഒരാളെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്താൽ ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസ് അവകാശമില്ലേ? ഇതെന്താ ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ ഇന്ത്യയല്ലേ? ഇതെന്താ കമ്മ്യൂണിസ്റ്റ് ചൈനയാണോ? ഇതെന്താ സ്റ്റാലിനിസ്റ്റ് റഷ്യയാണോ? അല്ലല്ലോ, ഇത് കേരളമല്ലേ? ഈ കേരളത്തിനകത്ത് നടത്തിക്കൂട്ടിയ പേക്കൂത്തുകൾ കണ്ടു. അവസാനം CBI വന്നപ്പോൾ നമ്മുടെ മലയാളത്തിൽ സിനിമയിൽ പറഞ്ഞതുപോലെ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞ് ആംബുലൻസിൽ കയറി തടി തപ്പിയവനാണ് ഈ ജയരാജൻ. ആ ജയരാജനാണ് ഇന്ന് വളരെ ശക്തമായ രൂപത്തിൽ TV രാജേഷ് MLA ആയിരുന്ന രാജേഷിനും എതിരെയാണ് CBIയുടെ കോടതിക്കകത്ത് നിന്ന് ഈ അവരുടെ വിടുതൽ ഹർജി തള്ളിക്കൊണ്ടുള്ള തീരുമാനം വന്നത്. തീർച്ചയായും ഈ കേസ് ഞങ്ങൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും. ഈ കേസിനകത്ത് ഇത് പിന്നെ ഷുക്കൂറിന്റെ മാത്രമല്ല, ഞങ്ങളുടെ സഹപ്രവർത്തകർ ഷുഹൈബിനെ കൊന്ന കേസിനകത്തും ഈ ജയരാജന് പങ്കുണ്ട്. ജയരാജന്റെ സ്വന്തം സഹചാരിയായി കൊലയാളിയായി പോറ്റി വളർത്തി ആകാശ് തില്ലങ്കേരി ഷുഹൈബിനെ കൊല്ലാൻ നേതൃത്വം കൊടുത്തതിനകത്ത് അതിന്റെ മരണവാറണ്ടിൽ ഒപ്പിട്ടവൻ ജയരാജനാണെന്ന് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു. ജയരാജൻ അറിയാതെ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ഈ കൊലയാളി ഒരിക്കലും ഷുഹൈബിനെ കൊല്ലില്ല. അങ്ങനെ എത്രയോ ആളുകളെ കൊന്നതിന്റെ പാരമ്പര്യമുള്ള ഒരാളാണ് ഈ ജയരാജൻ. ഇത്തരത്തിൽ പിന്നെ നിരവധി ആളുകളെ കാലപുരിക്കയച്ച ഈ യമരാജന് ഒരു തിരിച്ചടി ഉണ്ടാകും. തീർച്ചയായും അയാൾ ഇന്ന് രാഷ്ട്രീയപരമായി CPM-നകത്ത് ഉഗ്രപ്രതാപിയായ ജയരാജൻ ഇപ്പൊ വനവാസത്തിലാണെങ്കിൽ പോലും ആ ജയരാജന് വരാനിരിക്കുന്നത് അതിശക്തമായ രൂപത്തിലുള്ള നിയമ തിരിച്ചടിയായിരിക്കും. ശക്തമായ രൂപത്തിൽ ഈ കേസ് മുമ്പോട്ട് പോയാൽ ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കയറേണ്ടി വരും, ഗോതമ്പുണ്ട തിന്നേണ്ടി വരും എന്നെ സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ആ ജയരാജനാണിപ്പോ ഞാൻ അവസാനിപ്പിക്കാം. ആ ജയരാജനാണിപ്പോ ചാരിത്ര പ്രസംഗവുമായി കഴിഞ്ഞ ദിവസം വന്നത്. കണ്ണൂരിലെ ചെറുപ്പക്കാരിലെ തീവ്രവാദികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥ തീവ്രവാദി, ISSനെ നാണിപ്പിക്കുന്ന, സംഘപരിവാർ ആൾക്കൂട്ടത്തെ നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള കൊലപാതക നേതൃത്വം കൊടുത്ത യഥാർത്ഥ തീവ്രവാദി, യഥാർത്ഥ ഭീകരവാദി, യഥാർത്ഥ കൊലയാളി ഈ ജയരാജനാണ് എന്ന് ഇന്ന് കണ്ണൂരിലെ ജനങ്ങൾക്കും കേരള ജനങ്ങൾക്കും തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരി, ജയരാജന്റെ പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കെയാണ് ഇപ്പോൾ ഈ കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ദാവൂദ്, കേൾക്കാമല്ലോ? ഈ കോടതി ഉത്തരവ് ഒരു അവസാന വാക്കല്ല എന്നും ഇനിയും നിയമ പോരാട്ടം തുടരും എന്നുമാണ് P ജയരാജനും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചും ഇനി കോടതിയാണല്ലോ പ്രതീക്ഷ. ഇന്നത്തെ ഉത്തരവ് നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഈ കേസിൽ? ആത്മവിശ്വാസത്തിൻ്റെതല്ല, പിന്നെ ഇനി P ജയരാജനും TV രാജേഷും ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പോകും. അവിടെയും ഞങ്ങൾ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുക്കും. സുപ്രീം കോടതി വരെ അവർ പോയേക്കാം. പക്ഷേ എവിടെ പോയാലും ഈ കേസിന്റെ അവസാനം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഇത് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പാർട്ടിയും എടുത്ത പ്രതിജ്ഞയാണ്. ഇത് കേവലം ഷുക്കൂറിന്റെ വിഷയമല്ല. കേരളത്തിൽ നിന്ന് കൊലപാതക രാഷ്ട്രീയം എന്നേക്കുമായി ഇല്ലാതാക്കണമെങ്കിൽ ഇത് ഒരു കാരണമാവണം. ഷുമിനെ കൊല്ലപ്പെട്ടു, ശരത് ലാൽ കൊല്ലപ്പെട്ടു, അതുപോലെ കൃപേഷ് കൊല്ലപ്പെട്ടു, ഷുക്കൂറിന് ശേഷം TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ ഒരു പരമ്പരയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ആ പരമ്പര ഇനി ഒരമ്മയ്ക്കും ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള വേദന ഇനി ഒരമ്മയ്ക്കും ഒരു സഹോദരനും ഒരു ഭാര്യയ്ക്കും ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോരാട്ടം കൊണ്ട് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ അവസാനം വരെ ഏത് കോടതിയിലും, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഞങ്ങൾ പോയിട്ടാണ് CBI എൻക്വയറി നേടിയെടുത്തത്. അതുപോലെ ഇതിൽ കൊല്ലിച്ചവരെ ശിക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നാലും വീണ്ടും ഞങ്ങൾ പോവും. അതിന്റെ കൂടെ ഞങ്ങളുടെ പാർട്ടി ഉണ്ടാവും. കേരളത്തിലെ പൊതുജനങ്ങൾ, കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ CPM-നകത്തെ കൊലപാതക രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ പോലും മാനസികമായിട്ട് ഞങ്ങളെ പിന്തുണയ്ക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കേട്ടറിവും പറഞ്ഞറിവും അല്ലാതെ ഈ നേതാക്കൾക്ക് ഇതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ഉറച്ചു വിശ്വസിക്കുന്നു? കാരണം ബഹുമാനപ്പെട്ട CBI എൻക്വയറിയിൽ അത്
വളരെ പ്രശ്നമായിട്ട് കണ്ടെത്തിയ കാര്യമാണ്. കാരണം എന്താ വെച്ചാല് ഷുക്കൂർ കൊല്ലപ്പെടുന്നതിന് 2 മണിക്കൂറോളം ഷുക്കൂറിനെയും സുഹൃത്തുക്കളെയും ബന്ദികളാക്കിയിട്ട് CPM പ്രവർത്തകർ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ കിടക്കുന്ന ജയരാജനെ വിളിച്ച് ഉറപ്പിച്ചിട്ടാണ് ഷുക്കൂറിനെ കൊന്നത്. ഒന്ന്, കണ്ണപുര പഞ്ചായത്തിലെ കീഴറ എന്ന പ്രദേശത്തെ സാധാരണ CPM പ്രവർത്തകർക്ക് ഷുക്കൂറിനെ കൊല്ലേണ്ട ആവശ്യമില്ല. ഷുക്കൂറിനെ അവർ കൊല്ലില്ല. മുകളിൽ നിന്നൊരാളുടെ നിർബന്ധം അതിന്റെ അകത്തുണ്ടായിട്ടുണ്ട്. ആ CPM-ന് അടക്കം അറിയാം, ജയരാജന്റെ പങ്ക് CPM-ന് അടക്കം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നത്. മറ്റൊരു കാര്യം, 2012 ഷുക്കൂർ കൊല്ലപ്പെട്ട് 8 ദിവസം കഴിയുന്നതിന് മുമ്പ് തളിപ്പറമ്പിൽ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ പ്രസംഗം നടത്തിയിരുന്നു. ഞാൻ കേട്ട പ്രസംഗമാണത്. അതിൽ ഇദ്ദേഹം പറയുന്നത്, ഒരു അധ്യാപകനെ ഞങ്ങൾ സ്കൂളിൽ കയറി കൊലപ്പെടുത്തിയിട്ട് ആ കൊലപാതകത്തിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതികളെ രക്ഷിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണെന്ന് ജയരാജൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ജയരാജനെ നിയമവ്യവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടത് കേരള മനസാക്ഷി ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഞങ്ങൾ മുന്നിലുണ്ടാവും. ദാവൂദ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പി ജയരാജൻ ഇപ്പോൾ വേറെ രൂപത്തിലാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അത്തരം വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ജയരാജൻ ഒരു പുസ്തകം എഴുതി, ആ പുസ്തകം പുറത്തിറങ്ങാനിരിക്കുകയാണ്. കണ്ണൂരിൽ വലിയ രീതിയിൽ യുവാക്കൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അത് ഇസ്ലാം രാഷ്ട്രം, മുസ്ലിം രാഷ്ട്രം, മതരാഷ്ട്രം ആഗ്രഹിക്കുന്നവരുടെ ഒരു വലിയ രൂപത്തിലുള്ള ഒരു സ്വാധീനം അവിടെ യുവാക്കൾക്കിടയിലുണ്ട് എന്നത് ആശങ്കയായി അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് ഒരു പുസ്തകം വരാനിരിക്കുകയാണ്. ആ പുസ്തകരചനയെ കുറിച്ച് എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ദാവൂദ്, ഇതില് പി ജയരാജന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു മുസ്ലിം യുവാക്കൾ തീവ്രവാദത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ സംഘ് പരിവാറിനെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യതയും കടമയും ജയരാജനുണ്ട്. എന്തുകൊണ്ടെന്നാൽ കതിരൂർ മനോജ് വധക്കേസിൽ RSS ജില്ലാ കാര്യവാഹമായിരുന്ന കതിരൂർ മനോജ് വധക്കേസിൽ ജയരാജൻ വിചാരണ നേരിടുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ RSS-നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കതിരൂർ മനോജ് വധക്കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പൊ ജയരാജൻ നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു RSS-ആയിട്ട് ഒരു കോംപ്രമൈസ് മോഡിലേക്ക് ജയരാജൻ മാറുകയാണ്. CPM-ൽ എല്ലാ നേതാക്കളും അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പക്ഷെ ജയരാജനും ആ തരത്തിലേക്ക് മാറുന്ന സൂചന കതിരൂർ മനോജ് വധക്കേസിൽ വിചാരണ നേരിടുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദാവൂദ്, പക്ഷേ RSS-കാരാൽ ആക്രമിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ പി ജയരാജൻ. അദ്ദേഹത്തിന് കയ്യിന് വെട്ടേറ്റതൊക്കെ താങ്കൾക്കും അറിയാമല്ലോ. അപ്പോൾ RSS-മായി ഒരു ഒത്തുതീർപ്പിന് പി ജയരാജനെ പോലെ ഒരാൾ പോകുമെന്ന് കരുതാമോ? ഞാൻ അതിനെ കുറിച്ച് എല്ലാ CPM നേതാക്കളെയും കുറ്റം പറയുന്നില്ല. ജയരാജന് ഒരു മാനസിക വിഭ്രാന്തിയുണ്ട്. തനിക്ക് അക്രമം നേരിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു മാനസിക വിഭ്രാന്തിയുണ്ട്. അക്രമം നേരിട്ട് അദ്ദേഹത്തിന് ജീവശവമായി തിരിച്ചു വന്നതുകൊണ്ട് സമൂഹത്തോട് അദ്ദേഹത്തിന് പക വെച്ച് നടക്കാണ്. ആ പകയുടെ ഇരയാണ് ഞങ്ങളെപ്പോലെയുള്ളത്. നേരത്തെ റിജിൽ മാക്കുറ്റി സൂചിപ്പിച്ചതുപോലെ ഷുഹൈബ് കൊലപാതകം, കൃപേഷ് കൊലപാതകം, ഇതിനൊക്കെ പിന്നിൽ അദ്ദേഹത്തിന്റെ പങ്ക് കേരളം സംശയിക്കുന്നത്. ഷുഹൈബ് വധക്കേസ് ആകാശ് തില്ലങ്കേരി ജയരാജന്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹം അറിയാതെ ആകാശ് തില്ലങ്കേരി ചെയ്യില്ല എന്ന് ഇവിടെ സൂചിപ്പിച്ചു. അത് സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു വിഭ്രാന്തിയുണ്ട്. CPM-ന്റെ എല്ലാ നേതാക്കളിലും കാണാതെ നല്ല CPM നേതാക്കൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു വിഭ്രാന്തി ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം മാറി എന്ന് പലരും പറയുന്നു. മാറട്ടെ, മാറണം. സമൂഹത്തിന് നന്മ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. നിയമപരമായിട്ടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ പോരാട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ ഞങ്ങളോടൊപ്പം നിന്നതിൽ എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ദാവൂദ്, അതായത് പി ജയരാജനും TV രാജേഷും ശിക്ഷിക്കപ്പെടണം, ജയിലിൽ അടയ്ക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ അന്തിമമായി ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് കോടതിയെ വിശ്വാസമാണ്. കോടതിയെ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. കോടതിയിൽ നിന്ന് നീതി കിട്ടും. അതുകൊണ്ടാണ് കഴിഞ്ഞ 13 വർഷമായി
സെഷൻസ് കോടതി മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ നിരന്തരം ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോയത്. അത് ഞങ്ങളുടെ പാർട്ടി കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട ഷാ വക്കീലാണ് ഞങ്ങൾക്ക് വേണ്ടി പിന്നെ CBI കോടതിയിൽ ഹാജരായത്. അതിനു മുമ്പ് മറ്റു വക്കീലായിരുന്നു. ഇനി പിന്നെ പോരാട്ടം പാർട്ടിയുടെ കൂടി ഇത് ഞങ്ങൾക്ക് നേരത്തെ പിന്തുണയുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾ വിജിലന്റ് ആയിട്ട് നടത്തുമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി അത് ഏറ്റെടുക്കും. അതോടൊപ്പം ഞങ്ങളും ഉണ്ട്. ഇതോടൊപ്പം കേരളത്തിലെ മനസാക്ഷി അമ്മമാര്, സഹോദരിമാർ, കൊലപാതക രാഷ്ട്രീയം അവസാനിക്കണം എന്നാഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളെ സോഷ്യൽ മീഡിയയിലും ഞങ്ങളെ വരുന്ന മെസ്സേജുകൾ, വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ, ഫോൺ വിളികൾ, വിദേശത്തുനിന്ന് വരുന്നത്, അത് രാഷ്ട്രീയം, മതം എല്ലാത്തിനും അപ്പുറത്താണ്. അത് ഞങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. CPM പ്രവർത്തകർ പോലും ഇദ്ദേഹത്തിനെതിരെ നിങ്ങൾ നിയമ പോരാട്ടം നടത്തണം എന്ന് പറയുന്നവരുണ്ട്. അതിൽ പേര് പറയാതെ CPM നേതാക്കൾ പോലും ഉണ്ട്. അത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ദാവൂദ് ഷുക്കൂർ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര വയസ്സുണ്ടാകുമായിരുന്നു? 88 ജനിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പിന്നെ 32 വയസ്സോളം ഷുക്കൂറിന് ഉണ്ടാവാം. ഷുക്കൂർ ഡിഗ്രി കഴിഞ്ഞതാണ്. ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു സംഭവം. എന്താകണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അന്ന് പറഞ്ഞിരുന്നോ? പുള്ളിക്ക് CI ആവണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ IBയുടെ ഒരു എക്സാമും ഒരു LDC എക്സാമും എഴുതിയായിരുന്നു. CI ആവണം എന്നാണ് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് മുമ്പേ പറഞ്ഞിരുന്നു, എനിക്കൊരു CI ആവണം. ശരി ദാവൂദ്, ഏതായാലും ഈ നിയമ പോരാട്ടത്തിൽ നീതിയുടെ വെളിച്ചം കണ്ടു തുടങ്ങിയെന്നാണല്ലോ താങ്കൾ പ്രതികരിച്ചത്. നമുക്ക് പൂർണ്ണമായും ആ വെളിച്ചം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീജയേന്ദ്രൻ കേട്ടല്ലോ, ഷുക്കൂറിൻ്റെ സഹോദരൻ്റെ പ്രതികരണമാണ് കണ്ടത്. ഇതിപ്പോൾ P ജയരാജനെ സംബന്ധിച്ച് രാഷ്ട്രീയമായൊരു പ്രത്യേക ഘട്ടമാണ്. അദ്ദേഹം വീണ്ടും ഔദ്യോഗിക പക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ കുറച്ചുകൂടി ഒരു സ്ഥാനം ലഭിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾക്കിടയിലാണ് ഇപ്പോൾ ഈ കോടതി ഉത്തരവ് കൂടി വരുന്നത്. അത് രാഷ്ട്രീയമായി P ജയരാജനെ എങ്ങനെ ബാധിക്കുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? സ്മൃതി, ഇതിൽ ഇപ്പോൾ ഷുക്കൂറിൻ്റെ സഹോദരൻ പറഞ്ഞ വാദഗതികളോട് ഞാൻ യോജിക്കുന്നയാളാണ്. അതിനകത്ത് വിയോജിപ്പുകളൊന്നും തന്നെയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് നഷ്ടപ്പെട്ടത്. അതിനെതിരെ ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യും എന്നുള്ള നിലപാട്, അതിനോട് ഞാൻ യോജിക്കുക തന്നെയാണ്. അതിലെന്താ തർക്കമൊന്നുമില്ല, ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ആ ഒരു വധത്തിൻ്റെ ഷുക്കൂറിൻ്റെ വേർപാടിൻ്റെ ആ മൊത്തം വൈകാരികതയിൽ നിന്നുള്ള പ്രശ്നങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ തുടക്കം മുതൽ ആ സ്റ്റാൻഡാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഈ CBI ഇവരുടെ ഈ വിടുതൽ ഹർജി തള്ളി. അതാണ് ഇന്നത്തെ ഡെവലപ്മെൻ്റ്, അതാണല്ലോ. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. മറ്റ് വിഷയങ്ങൾ ഈ ദാവൂദ് പറഞ്ഞ വിഷയം ഓക്കെ, അതെനിക്ക് സ്വീകാര്യമാണ്, ഞാനത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. പക്ഷെ അതുപോലല്ല റിജിൽ മാക്കുറ്റി പറഞ്ഞതിനോട് ഞാൻ അങ്ങനെയല്ല കാണുന്നത്. അതിൻ്റെ അകത്ത് പച്ചയായ രാഷ്ട്രീയമുണ്ട്. ദാവൂദ് പറഞ്ഞതിൽ പച്ചയായ രാഷ്ട്രീയം വളരെ വളരെ കുറച്ചേ ഉള്ളൂ. അത് വ്യക്തിപരമായ, കുടുംബപരമായ, സഹോദര സ്നേഹപരമായ, പൊതുവിൽ സാമൂഹ്യപരമായ കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ പാർട്ടിയുടെ പിന്തുണയുണ്ട്, അതിനെ വിലമതിക്കുന്നു, ഞങ്ങൾ ഏതറ്റം വരെയും പോകും. സ്വാഭാവികമാണ്, അതിന് പിന്തുണ കൊടുക്കുകയും വേണം. പൊതുസമൂഹത്തിലെ ഒരു പൗരനോ അല്ലെങ്കിൽ ഞാനും അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്, എതിർക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ അതല്ല റിജിലിൻ്റെ സംഭാഷണത്തിൽ ജയരാജനെയൊക്കെ പറ്റി പരാമർശിക്കുമ്പോൾ പ്രയോഗിച്ച പദങ്ങളൊക്കെ കേട്ടില്ലേ? അതൊക്കെയാണോ ഒരു ചർച്ചയിൽ നമ്മൾ സഭ്യേതരമൊന്നും പറയാൻ കഴിയില്ല, അൺപാർലമെന്ററി ആണെന്നും പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ പൊതുവിൽ മര്യാദയും ഉത്തരവാദിത്വം കാണിക്കുന്ന ശ്രീജയേന്ദ്രൻ, പക്ഷേ പല കൊലപാതക കേസുകളും അത് അവരുടെ പ്രവർത്തകരെ നഷ്ടപ്പെട്ട വികാരം കൂടിയാണ്. ഈ കൊലക്കേസിലെ പ്രതിയെ ശ്രീ ജയചന്ദ്രൻ, ഈ കൊലക്കേസിലെ പ്രതിയായി നിൽക്കുന്ന ഈ കൊലയാളിയെ എങ്ങനെയാണ് ഞങ്ങളെ കൂടപ്പറപ്പിനെയാണ് കൊന്നവസാനിപ്പിച്ചത്? ആ കൂടപ്പറപ്പിനെ കൊന്നവസാനിപ്പിച്ച കൊലയാളിയെ ഞങ്ങൾ ഏത് രൂപത്തിലാണ് വാഴ്ത്തിപ്പാടേണ്ടത്? ഹരിശ്ചന്ദ്രൻ എന്നാണോ വിളിക്കേണ്ടത്? അത് എനിക്ക് ഇതേ നിലവാരത്തിലും ഭാഷയിലൊന്നും പറയാൻ അറിയാൻ വയ്യാത്ത ആളല്ല എന്ന് ദയവായി മനസ്സിലാക്കൂ. പക്ഷെ ഞാനങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല. കാര്യം നമ്മൾ ഉത്തരവാദിത്തോടെ പറയേണ്ട വർത്തമാനം അങ്ങനെയല്ലല്ലോ. ഞാൻ വായിക്കൊള്ളുന്ന വാചകങ്ങൾ പറഞ്ഞാണ് ശീലം, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. മറുപടി അറിയാൻ വയ്യായിട്ടൊന്നുമല്ല കേട്ടോ.
കൊലയാളി എന്നൊക്കെ പറയാൻ താങ്കൾ ആരാണ്? താങ്കൾ ഇവിടെ ഈ ചർച്ചയിൽ നിന്ന് വിധിക്കാൻ എന്താണ് താങ്കൾക്കുള്ള യോഗ്യത? എന്താണ്? ന്യായാധിപൻ വല്ലതും ആണോ? അല്ലല്ലോ. ഒരാൾ കൊലയാളിയാണോ അല്ലയോ എന്ന് വിധിക്കുന്നത് ന്യായാധിപനല്ലോ. പാർട്ടി കോടതിയുടെ കോടതിയുടെ നേതാവ് മരണ വാറണ്ട് ഒപ്പിട്ടതിന്റെ ശേഷമാണ് ഈ കൊലപാതകം നടന്നത്. ജയരാജന് പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ? ജയരാജൻ അറിയാതെയാണോ കൊന്നത്? ജയരാജൻ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് ഏതെങ്കിലും തരത്തിൽ പറയാൻ പറ്റുമോ? നിങ്ങൾ പ്രയോഗിക്കുന്ന വാദങ്ങളുടെ ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണെന്ന് എനിക്കല്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ ഇങ്ങനെ വിധിക്കാൻ നിങ്ങൾ ഏത് കോടതിയുടെ ജഡ്ജിയാണ്? തന്നെയാണ് പറയുന്നത്. ചെറുപ്പക്കാരെ കൊന്നവസാനിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു കൊലയാളി സംഘത്തിന്റെ നേതാവാണ് ജയരാജൻ. ഞാൻ നിങ്ങളുടെ സമയത്ത് ഇടപെടാൻ വരുന്നില്ലല്ലോ സുഹൃത്തെ. അങ്ങനെ തന്നെ പറയൂ. നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെടാൻ വരുന്നില്ല, എന്റെ സമയത്ത് നിങ്ങൾ ഇടപെടാതിരിക്കുക. അതല്ലേ നമ്മൾ കാണിക്കേണ്ട. ഞങ്ങൾക്ക് വികാരമുണ്ട്. വന്നിരിക്കുന്നത് ശ്രീജേന്ദ്രൻ പറയൂ. വികാര പ്രകടനത്തിലുള്ള വേദിയല്ലല്ലോ ഇത്. അല്ല, വികാര പ്രകടനത്തിലുള്ള അദ്ദേഹത്തിന് വികാരമുണ്ട്, എനിക്ക് വികാരമില്ലാത്ത വെറും മരമാണ് ഞാൻ, അല്ലേ? വെറും കല്ലാണ് ഞാൻ. അങ്ങനൊന്നും പറയാതിരിക്കും. ഞങ്ങളുടെ കൂടെ നടന്ന ഷുഹൈബിനെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത കൊലയാളിക്ക് പിന്തുണ കൊടുത്ത ആളാണ് ജയരാജൻ. ഞങ്ങൾക്ക് വികാരമുണ്ട്, താങ്കൾക്ക് ഉണ്ടാവില്ല. താങ്കളുടെ കൂടെ പറയാൻ അവസരം കൊടുക്കൂ. തിരക്കൊന്നുമില്ല, എനിക്ക് തിരക്കില്ലെന്നേ. റിജിൽ, ഇനി അദ്ദേഹം പറയട്ടെ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ മനുഷ്യനല്ലല്ലോ, ഞാൻ വേറെ ഏതോ ലോകത്തുനിന്ന് ഇറക്കുമതി ചെയ്ത് അല്ല, ഞാൻ അന്യഗ്രഹ ജീവിയല്ലേ ഒന്നും മനസ്സിലാവാതിരിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെയാണ് വർത്തമാനം പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർ എത്രയോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാനും, കേട്ടോ. നിങ്ങളെ മാത്രമായിട്ടൊന്നും രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഏതറ്റം വരെയും സഭ്യമായ ഭാഷയിൽ ശ്രീജേന്ദ്രൻ, ഒരു കാര്യമുണ്ട്. ഇത് ഈ വിഷയം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല എങ്കിൽ ശ്രീജേന്ദ്രൻ, പാർട്ടി ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ശ്രീജേന്ദ്രൻ, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ചർച്ചയിലിരുന്ന് പ്രതിരോധിക്കാം എന്ന തീരുമാനത്തിലേക്ക് വരാത്തത്? എന്തുകൊണ്ടാണ്? കുഴപ്പത്തിലാകുന്നതുകൊണ്ടാണ്. അല്ലാതെ ഈ ഒരു ചോദ്യത്തിന് ഇത്തരം ഒരു ചോദ്യത്തിന് എനിക്ക് എങ്ങനെയാണ് മറുപടി തരാൻ കഴിയുക? സ്മൃതി പറയൂ. ഞാൻ ആ പാർട്ടിയുടെ ഏതെങ്കിലും ചുമതല വഹിച്ച് അവരെന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന പോലെ പോയി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ആളല്ലെന്നുള്ളത് താങ്കൾക്ക് അറിയാം. ഞാനെങ്ങനെയാണ് CPM റെപ്രസെന്റ് ചെയ്ത് അവരിന്ന കാരണം കൊണ്ട് വരുന്നില്ല എന്ന് ഞാൻ പറയുക? അതിൻ്റെ അകത്ത് എന്നെ സംബന്ധിച്ചോളം ഒരു തരത്തിലും മറുപടി പറയാൻ കഴിയുന്ന ഒരു ചോദ്യമേ അല്ല അത്. ശരി, ചർച്ച പോട്ടെ. എവിടെയെങ്കിലും പി ജയരാജന്റേതല്ലാത്ത പ്രതികരണം താങ്കൾ കണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് ആ ചോദ്യം ഇത് പ്രസക്തമായ ചോദ്യമാണ്. ഇത് വേറെ എവിടെയെങ്കിലും ജയരാജന്റെ അല്ലാത്ത പ്രതികരണം കണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാതെ എവിടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് അറിയുകയില്ല. ഞാനും കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹം CPM-ലെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആണല്ലോ ഇപ്പോഴും. അല്ല, അതുകൊണ്ടാണ് ആ ചോദ്യം വന്നതും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതും. ശ്രീജയേന്ദ്രൻ, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതെ, അദ്ദേഹം പരസ്യമായൊരു പ്രതികരണം ഈ കാര്യത്തിൽ നടത്തുമ്പോൾ ഏകപക്ഷീയവും വ്യക്തിപരമായ നിലപാട് സ്വീകരിച്ച് ഒരു പോസ്റ്റ് ഇടാൻ കഴിയില്ലല്ലോ. അതിന് സ്വാഭാവികമായും പാർട്ടി ബന്ധപ്പെടുകയോ സ്വന്തം നിലയ്ക്ക് തന്നെയാണ് പോസ്റ്റ് ഇടാറ് ഫേസ്ബുക്കിൽ. അല്ല, അങ്ങനെ സ്മൃതി ഒരു കാര്യം മനോജ് തോമസ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഈ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ച് മുമ്പോട്ട് പോയപ്പോ ഒരാൾ പോലും ന്യായീകരിക്കാനുണ്ടായിട്ടില്ല. ഒരാൾ പോലും മകൻ ഉൾപ്പെടെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പറഞ്ഞിട്ട് പോലും സംരക്ഷണ കവചം ശ്രീജയേന്ദ്രൻ കുറച്ചു നേരം കൂടിയേ ഉള്ളൂ. റിജിൽ, ഒന്ന് കേൾക്കൂ. ശ്രീജയേന്ദ്രൻ പറയൂ. അല്ല പിന്നെ റിജിൽ, നിങ്ങൾക്ക് അദ്ദേഹത്തിന് മേൽ ചൊരിയാവുന്ന മുഴുവൻ അധിക്ഷേപങ്ങളും പിന്നെ ഉത്തരവാദിത്തോടെ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതൊന്നും നിഷേധിക്കാൻ ആർക്കും കഴിയില്ല, എനിക്കും കഴിയില്ല. പക്ഷേ അതൊക്കെ അതിൻ്റെ ലെവലിനൊക്കെ അപ്പുറത്തേക്ക് നിന്ന് പറയുമ്പോഴേ ഉള്ളൂ നമുക്കും ഒരു എന്താ പറയുന്നത്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, ദാവൂദ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. നമ്മളിവിടെ ചർച്ച ചെയ്ത പ്രശ്നം ഇതേ ഉള്ളൂ. ഞാൻ പിന്നെ അഡ്വക്കേറ്റ് ഷായോടും ചോദിച്ചത് അതുതന്നെയായിരുന്നു. ഇത് ഗൂഢാലോചനയാണ് ഇതിനകത്ത് പ്രസക്തമായ വിഷയം. ഈ CBI കോടതി ഇന്ന് തള്ളിയ വിഷയത്തിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഇവരുടെ വിടുതൽ ഹർജി തള്ളിയപ്പോൾ അതാണ് ഗൂഢാലോചന കേസ് നിലനിൽക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ താങ്കൾ വാദിക്കുന്ന താങ്കൾക്ക് ഭംഗിയായിട്ട് അറിയാവുന്നതുപോലെ താങ്കൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. 120B അട്രാക്ട് ചെയ്യുന്നു ഈ ഇഷ്യൂവിൽ. അപ്പോൾ അത് പിന്നെ കോടതി നടപടികളിലൂടെ തന്നെ വിചാരണയിൽ തീരുമാനിക്കാം.
പിന്നെ വിടുതൽ ഹർജിക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഏതായാലും വിടുതൽ ഹർജി അതുകൊണ്ട് പരിഗണിക്കുന്നില്ല, തള്ളുന്നു. ഇതാണല്ലോ നിലപാടിന്ന്. നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വൈകാരിക തലം മറ്റൊന്നാണ്. ഞാൻ അതാണ് പറഞ്ഞത് സ്മൃതി. ആ വിഷയത്തിൽ ഗൂഢാലോചന സിദ്ധാന്തം എന്നുള്ളത് പിന്നെ സിദ്ധാന്തമായിട്ടല്ല, പൊതുവിൽ പറയുമ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ആ ഭാഗം മാറ്റി വെക്കുന്നു. ഗൂഢാലോചന എന്നുള്ള എലമെന്റ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് തന്നെ പ്രാഥമികമായി നിരീക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ അതിനെതിരെയാണ് അപ്പീൽ കൊടുക്കുമെന്ന് ജയരാജൻ പറയുന്നത്. അതാവട്ടെ, നിയമപരമായ പോരാട്ടം അങ്ങനെ പോവട്ടെ. ആ പോരാട്ടം ദാവൂദ് പറഞ്ഞതുപോലെ ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി പോകുമെങ്കിൽ അവിടെയും ഞങ്ങൾ പോകും എന്നാണ് ദാവൂദ് പറയുന്നത്. ഓക്കെ, അതൊക്കെയുള്ള സ്വാതന്ത്ര്യ അവകാശമുള്ള രാജ്യമല്ലേ നമ്മുടേത്. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഈ പിന്നെ ഗൂഢാലോചന എന്ന് പറയുന്നത് ഈ വിചാരണയിൽ തീരുമാനിക്കപ്പെടട്ടെ, ഇപ്പോൾ വിടുതൽ ഹർജി അനുവദിക്കുന്നില്ല. ഇതായിരുന്നു ഇന്നത്തെ ഡെവലപ്മെന്റ്. അതുകൊണ്ട് CPM-ന് ഭയങ്കരമായ പരിക്കാണെന്നോ ജയരാജൻ ഈ കേസിൽ അപ്പാടെ തോറ്റുപോയി എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ ഞാനില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ പറയുന്നതിന് മറ്റുള്ള ആൾക്കാർക്ക് അങ്ങനെ പറയുന്നതിന് എനിക്ക് വിയോജിക്കാനൊന്നും കഴിയില്ല. പക്ഷേ എൻ്റെ നിലപാടതല്ല എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ സ്മൃതി. ശരി, ചർച്ചയിലേക്ക് കടക്കും മുമ്പ് പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്. വാർത്തയിലേക്ക് പോവുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. അന്വേഷണ ഉത്തരവ് ഉടൻ വിജിലൻസിന് കൈമാറും. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും അന്വേഷണ പരിധിയിൽ വരും. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇന്ന് വൈകുന്നേരം വരെ കേട്ടിരുന്നത് വിജിലൻസ് അന്വേഷണം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം എന്ന DGPയുടെ ശുപാർശ സർക്കാർ ഈ വൈകിയ വേളയിൽ അംഗീകരിച്ചിരിക്കുകയാണ്. എന്താണ് അറിയാനാകുന്നത്? സുഗതി, ADGP MR അജിത് കുമാറിന് എതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് ഈ ഉത്തരവ് സർക്കാർ കൈമാറുമെന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, DGP നൽകിയ ശുപാർശയിലാണ് സർക്കാർ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നൊക്കെ തന്നെ അത്തരമൊരു അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നത്. എറണാകുളം സ്വദേശി ഉൾപ്പെടെയുള്ളവർ ചില പരാതികൾ വിജിലൻസിൽ നൽകിയിരുന്നു. ഈ ADGP MR അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനവും അതുപോലെ തന്നെ കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേലാണ് താൽക്കാലികം പരിശോധനയോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ വേണ്ട എന്നുള്ള ഒരു നിലപാട് വിജിലൻസ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ സർക്കാർ തന്നെ, അതായത് മുഖ്യമന്ത്രി തന്നെ ഉത്തരവ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, 7 ദിവസത്തോളമാകുന്നു ADGP MR അജിത് കുമാറിനെതിരെ ഒരു ശുപാർശ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശുപാർശ നൽകിയിട്ട്, പക്ഷേ മുഖ്യമന്ത്രി അത്തരമൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നില്ല. ഇന്നിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോകുന്നത്. ഈ DGP നൽകിയ ശുപാർശയിന്മേൽ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നു. ഉടൻ തന്നെ അന്വേഷണ സംഘത്തെ നിശ്ചയിക്കുമെന്നുള്ളതായിരിക്കും നമുക്ക് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ അന്വേഷണ സംഘം എത്ര പേരായിരിക്കും അന്വേഷണത്തിൽ ഉണ്ടാവുക, ആരുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നമുക്ക് ലഭ്യമാകും. ആ ഒരു വിവരം നാളെ തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അതായത് 5 കാര്യങ്ങളാണ് DGPക്കെതിരെ അന്വേഷിക്കുക എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ADGPക്കെതിരെ നടത്തുക എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ADGPയുടെ അനധികൃത സ്വത്ത് സമ്പാദനം, ഒപ്പം കവടിയാറിലെ വീട് നിർമ്മാണം അടക്കമുള്ള 5 കാര്യങ്ങളിലായിരിക്കും വിജിലൻസ് അന്വേഷണം നടത്തുക. ഏറെ ആശങ്കയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏറെ സംവാദത്തിന് വഴിവെച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് DGP ഇത്തരമൊരു ശുപാർശ നൽകിയിട്ടും ആ ശുപാർശ അംഗീകരിക്കുവാനോ അതിന്മേലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുവാനോ മുഖ്യമന്ത്രി തയ്യാറെടുത്തില്ല എന്നതടക്കം വലിയൊരു രാഷ്ട്രീയ സംവാദമായി സംസ്ഥാനത്ത് ഉയർന്നിരുന്നു. ആ ഒരു രാഷ്ട്രീയ സംവാദത്തിന് മറുപടി എന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ 7 ദിവസത്തിന് ശേഷം, ഈ ഒരാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്മൃതി, റിനു, അതായത് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGPക്കെതിരെ 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട്, അല്ലേ? തീർച്ചയായും ADGP MR അജിത് കുമാറിനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ഉത്തരവ് നൽകിയത്. അത് 1 മാസത്തിനകം, അതായത് ഒക്ടോബർ 1-നകം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അത്തരം ഒരു അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു വിജിലൻസ് അന്വേഷണവും ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ DGP നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം
മാത്രം മതി ADGPക്കെതിരെ ഒരു നടപടി എന്നുള്ളതാണ് LDF കൺവീനർ പോലും ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. അത്തരത്തിൽ ഒരു ആവശ്യം തന്നെയാണ് LDFും CPM എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. CPI ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അനുമാനത്തിലേക്ക് പോകാൻ പറ്റില്ല റിനു. കാരണം LDFൽ CPI മാത്രമല്ല മറ്റ് ഘടകകക്ഷികളും പരസ്യമായി തന്നെ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. ഈ ADGPയെ നിലനിർത്തരുത് എന്നുള്ള ഒരു അഭിപ്രായം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ CPI വീണ്ടും അത് ആവർത്തിക്കുകയായിരുന്നു. കൂടുതൽ നാണക്കേടുണ്ടാക്കരുത്, വേഗം നടപടി വേണം എന്നൊരു ആവശ്യം CPIയിൽ നിന്ന് പരസ്യമായി വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണോ, ആ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിന് കൂടിയുള്ള ഉത്തരവ് മുഖ്യമന്ത്രി വൈകി ഇട്ടിരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത് റിനു? സ്മൃതി, നമുക്കറിയാം കഴിഞ്ഞ ദിവസം AK സെന്ററിൽ വെച്ച് കൂടിയ LDF യോഗത്തിൽ RJDയും അതുപോലെ തന്നെ CPI അടക്കമുള്ള LDFിലെ ഘടകകക്ഷികൾ വലിയ രീതിയിലുള്ള വിമർശനം ADGPക്കെതിരായുള്ള നടപടി വൈകുന്നതിൽ ഉണ്ടായിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് DGP കൃത്യമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തുടർ നടപടി, അതായത് ADGPക്കെതിരെ ഏത് തരത്തിൽ നടപടി എടുക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ DGPയുടെ അത്തരം ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ടിരിക്കുന്നു, സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു, ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നു, വിജിലൻസ് അന്വേഷണം കൂടി നടത്തണമെന്നുള്ളത്. പക്ഷേ വിജിലൻസ് അന്വേഷണവും DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു 5 അംഗ സംഘത്തിന്റെ അന്വേഷണവും നിലനിൽക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്നത് ആ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരമൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നു എന്നുള്ളതാണ്, മുഖ്യമന്ത്രി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ മാറ്റാൻ അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ADGPക്കെതിരെ ഇത്തരം ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ മുൻ SP, നമുക്കറിയാം മലപ്പുറത്തെ മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നു എന്നുള്ളതാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ഇത്തരത്തിലൊരു അന്വേഷണം ഉയരുമ്പോൾ, അന്വേഷണ സാഹചര്യം നിലനിൽക്കുമ്പോൾ SPക്കെതിരെ ഒരു നടപടിയെടുത്ത് സസ്പെൻഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറായി. പക്ഷേ ADGPക്കെതിരെ എന്തുകൊണ്ട് അത്തരമൊരു നിലപാടെടുക്കുന്നില്ല, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയായതാണ്, വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതാണ്. നമ്മൾ അതെല്ലാം തന്നെ കണ്ടതാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ADGPയെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ ഇതാ വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നത് നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ദിവസങ്ങൾ ഇത്രയായിരിക്കുന്നു, ഇതുവരെ നടപടിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ മുന്നണിയിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും ഒക്കെയുള്ള സമ്മർദ്ദം ഈ കാര്യത്തിലുണ്ട്. SP സുജിത് ദാസ് നിലവിൽ സസ്പെൻഷനിലാണ്. പക്ഷേ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGPയായി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അജിത് കുമാറിനെതിരെ 2ാമത്തെ അന്വേഷണവും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഞാൻ മറ്റൊരു വിഷയത്തിലാണ് ചർച്ച നടത്തിയെങ്കിലും അതിഥികളോട് ഇതിൽ അഭിപ്രായം തേടുകയാണ്. റുജിൽ മാക്കുറ്റി, ഈ കാര്യത്തിൽ കൂടി അഭിപ്രായം പറയാമല്ലോ. ഇപ്പോൾ ADGPക്കെതിരെ അന്വേഷണം, വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് മുഖ്യമന്ത്രി ഇട്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ടോടെ. ശ്രീമതി സ്മൃതി, യഥാർത്ഥത്തിൽ ആ DGPക്ക് ഒരു നട്ടലുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ആ DGPക്കാണ് വലിയ സൂപ്പർ DGP ആയിട്ടാണല്ലോ ഈ അജിത് കുമാർ ഇത്രകാലം ഈ കേരളത്തിനകത്ത് ചുമതല വഹിച്ച് മുന്നോട്ട് പോയത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം അദ്ദേഹം അധികാരം ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും നാളെ ഇത് എന്താകും, അട്ടിമറിക്കപ്പെടുമോ, വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്, ഏത് വിജിലൻസ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അന്വേഷിക്കേണ്ടവരാണ്. അപ്പോൾ ഇയാൾക്ക് ക്ലീൻ ചീറ്റ് കൊടുക്കാനും മതി, തീരുമാനം എടുക്കാലോ. അതെ, തീർച്ചയായും അത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ അത് ഏത് രൂപത്തിലേക്ക് പോകും, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്വത്തും ഇദ്ദേഹത്തിന്റെ കവടിയാറിലെ വീടും കൊട്ടാരവും ഒക്കെ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണം കൃത്യമായി സത്യസന്ധമായി അന്വേഷിക്കുമോ, അല്ലെങ്കിൽ P ശശിയുടെ ഇടപെടൽ അവിടെ ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ക്രമസമാധാനത്തിന് ചുമതലയിൽ പക്ഷെ അദ്ദേഹം തുടരുക തന്നെയാണ്. തീർച്ചയായും അതിനകത്തൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ സ്മൃതി. എന്താണ്, ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയാം. 2 RSSന്റെ നേതാക്കന്മാരെ ഈ ADGP കാണാൻ പോയത് ADGPയുടെ വീട്ടിലെ സംബന്ധം ആലോചിക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യത്തിനോ അല്ല. അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥതയുടെ റോളിലാണ് പോയത്. അത് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ പരിങ്ങലാകും. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമുണ്ടായിട്ട് അന്നത്തെ DGP സെൻകുമാറിനെതിരെ എടുത്ത നിലപാടല്ല ആരോട് എടുക്കുന്ന നിലപാട് ഈ പറയുന്ന അജിത്
അജിത് കുമാറിനോട് എടുക്കുന്നത്. അപ്പോൾ രണ്ടും വ്യത്യസ്തമാണ്. കാരണം ഇത് തന്നെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കാനാണ് താൻ പറഞ്ഞയച്ചു പോയ ആളാണ് ADGP. അതുകൊണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. അതല്ലേ വിജിലൻസിന്റെ ചുമതല ഉണ്ടായ സമയത്തും സരിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ പോയത് വിജിലൻസിന്റെ ആളുകളാണല്ലോ. ലോക്കൽ പോലീസിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യം അതിന് മറികടന്നുകൊണ്ട് വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാർ പോയി അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് മുഖ്യമന്ത്രിയും ഈ അജിത് കുമാറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണവും സത്യസന്ധമായിരിക്കുമോ നീതിപൂർവമായിരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു ശരി. കാര്യമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾക്കും ഇതിൽ അഭിപ്രായം പറയാം. ADGPയെ ആ സ്ഥാനത്ത് നിന്നും ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം വരുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് അത്ര വേഗമൊന്നും IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല, ചില നടപടിക്രമങ്ങൾ ഉണ്ട് എന്നാണ്. ഇപ്പോഴും ആ നടപടിക്രമം തുടരുകയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെയാണ് രണ്ട് അന്വേഷണങ്ങൾ. ഒന്ന് DGPയുടെ നേതൃത്വത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു, ഇപ്പോൾ ഇതാ വിജിലൻസ് അന്വേഷണവും. ഇപ്പോ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് വിജിലൻസ് എൻക്വയറിയാണ് ഇറക്കിയിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോയിട്ടില്ല. പിന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ വേറൊരു തരം അന്വേഷണം. എന്നിട്ട് ഇദ്ദേഹം ADGP അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്ന് തുടരുകയും ചെയ്തു. അപ്പോൾ വല്ലാത്തൊരു വിചിത്രമായ സാഹചര്യമാണ് സ്റ്റേറ്റിൽ കേട്ടോ. നമുക്ക് നമ്മുടെ കണ്ണിൽ പൊടിയിടുക, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുക, നമ്മൾ ഇനിയും വിമർശിക്കാതിരിക്കുക, അതിനെന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുക. ഒരു കാരണവശാലും അത് ADGPയെ ബാധിക്കാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര സീരിയസ് ആയ അലിഗേഷൻസ് ആണ് റേസ് ചെയ്തത്. കൊലപാതകം ഉൾപ്പെടെയുള്ള അലിഗേഷൻസ് റേസ് ചെയ്തു. ഈ അലിഗേഷൻസ് ഒക്കെ റേസ് ചെയ്തതിന് ശേഷം അമാസ്മെന്റ് ഓഫ് വെൽത്ത് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തിരിക്കുക. അങ്ങനെ ഒരു കേസിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. മറ്റൊരാളാണെങ്കിൽ മാറ്റി നിർത്തും. ഇദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇനി ഒരു IPS ഓഫീസറെ മാറ്റി നിർത്താൻ പറ്റാത്ത സാഹചര്യം സ്റ്റേറ്റിലുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ പറ്റില്ല. അപ്പോൾ IPS ഓഫീസർ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാം. മാറ്റി നിർത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ലീഗലി അത് തെറ്റായ കാര്യമാണ്. പൊളിറ്റിക്കലി നമുക്കൊരു കറക്റ്റ്നെസ് വേണം, പൊളിറ്റിക്കലി ഒരു കമ്മിറ്റ്മെന്റ് വേണം, ഒരു മൊറാലിറ്റി വേണം. അതില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയുള്ളൂ. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയായതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി റിജിൽ മാക്കുറ്റി, M ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒപ്പം തന്നെ ദാവൂദ്, അരിൽ ഷുക്കൂറിന്റെ സഹോദരൻ.